ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സിലെ മൊഡ്യൂൾ 1 ആണ്. മൊഡ്യൂൾ 1-ലെ ഡെഫിനിഷൻസും കോൺസെപ്റ്റും, ലിംഗ്വിസ്റ്റിക്സിന്റെ ഡെഫിനിഷനും കോൺസെപ്റ്റും എന്ന് പറഞ്ഞ ടോപ്പിക്കും, അതുപോലെ ഈസ് ലിംഗ്വിസ്റ്റിക്സ് എ സയൻസ്, ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പാർട്ടിന്ന് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിച്ചേക്കണത്. പിന്നെ 4 മാർക്കും ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് ഫോണിറ്റിക്സും ഫോണീമും തമ്മിൽ ഡിഫറൻസ് അങ്ങനെയുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ചങ്ക് ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ലേറ്റ് ആക്കാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന ഡെഫിനിഷൻ ആണ് കേട്ടോ, ലിംഗ്വിസ്റ്റിക്സിന്റെ ഡെഫിനിഷനും കോൺസെപ്റ്റും. ഇത് 2 മാർക്കിന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, ടെക്സ്റ്റിലൊപ്പം ഒന്ന് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ സിസ്റ്റമാറ്റിക് സയന്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. സിസ്റ്റമാറ്റിക് സയന്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ഒന്നാമത്തെ പോയിന്റ് കേട്ടോ. അതായത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ലാംഗ്വേജിന്റെ ശാസ്ത്രീയമായ പഠനമാണ് ഈ ഒരു ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ലാംഗ്വേജിന്റെ ശാസ്ത്രീയ പഠനമാണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എ ഡിസിപ്ലിൻ which describes the language in all the aspect and formulates the theories has to work its work. അതായത് ഒരു ലാംഗ്വേജിന്റെ എല്ലാ ആസ്പെക്റ്റുകളിലും ലാംഗ്വേജിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ ലാംഗ്വേജ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിനെ കുറിച്ചിട്ടുള്ള തിയറീസ് ഫോർമുലേറ്റ് ചെയ്യണതാണ് ലിംഗ്വിസ്റ്റിക്സ്. ഇതൊരു ബ്രാഞ്ച് ആണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 24-ലെ ലിംഗ്വിസ്റ്റിക്സ് ഡെഫിനിഷൻ ആൻഡ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഇല്ലേ, അതിന്റെ ഒരു 5-ാമത്തെ ലൈൻ, 5-ാമത്തെ 6-ാമത്തെ ലൈനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇത് കാണാം. അതൊന്ന് ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. 2 മാർക്കിനൊക്കെ ഒരുപാട് തവണ ചോദിക്കാറുണ്ട്. അതിന്റെ ഒപ്പം നിങ്ങൾ എഴുതുന്ന പോയിന്റ് ആണ് ദ വേർഡ് ലിംഗ്വിസ്റ്റിക്സ് ഹാവ് ബീൻ ഡിറൈവ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ലിംഗ്വ. ലിംഗ്വ എന്ന് പറഞ്ഞ വേർഡ് എന്താ? ടങ് എന്നാണ് മീനിങ് കേട്ടോ. ഇസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻസ് ആണ്, ഓർ നോളേജ്. അതോടൊപ്പം ഇതിൽ പറയുന്നത് ലിംഗ്വിസ്റ്റിക്സ് പറഞ്ഞ ലാംഗ്വേജിനെ ഹ്യൂമൻ ബിഹേവിയർ ആയിട്ടാണ് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലിംഗ്വിസ്റ്റിക്സ് ഓഫ് ലാംഗ്വേജ് ഹ്യൂമൻ ബിഹേവിയർ ഓഫ് റെക്കഗ്നൈസ്ഡ് പാർട്ട്. ഇറ്റ് ക്ലോസ്ലി ലിങ്ക് പാർട്ട്, ലാംഗ്വേജിനെ ക്ലോസ്ലി ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. യൂണിവേഴ്സൽ ആൻഡ് റെക്കഗ്നൈസബിൾ പാർട്ട് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. ഇറ്റ് ഈസ് ദാറ്റ് സയൻസ് വിച്ച് സ്റ്റഡീസ് ദ ഓർഗനൈസേഷൻ, ഒറിജിൻ, നേച്ചർ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലാംഗ്വേജ്. എങ്ങനെയാണ് പഠിക്കുന്നത്? ഒരു ലാംഗ്വേജിന്റെ ഒറിജിൻ, അതുപോലെ ഓർഗനൈസേഷൻ, നേച്ചർ, ഡെവലപ്മെന്റ് ഒക്കെയാണ് ഇതിനെ കുറിച്ച് പഠിക്കുന്നത്. പിന്നെ അതെങ്ങനെയാണ് പഠിക്കുന്നത്? അത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പഠിക്കുന്നുണ്ട്, ഹിസ്റ്റോറിക്കൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, കമ്പാരിറ്റീവിറ്റി ചെയ്ത് പഠിക്കുന്നുണ്ട്, എക്സ്പ്ലിസിറ്റി ചെയ്ത് പഠിക്കുന്നുണ്ട്, പിന്നെ ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫോർമുലേറ്റ്സ് ദ ജനറൽ റൂൾസ് റിലേറ്റഡ് ഓഫ് ദ ലാംഗ്വേജ്. അപ്പൊ ഈ ഒരു സെന്റൻസോട് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം. ലിംഗ്വിസ്റ്റിക്സിന്റെ കോൺസെപ്റ്റും ഡെഫിനേഷനും ഒക്കെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതി വെക്കണം. നിങ്ങൾ മറക്കരുത്, എന്തായാലും പഠിച്ചു പൊക്കോളൂ കേട്ടോ. ഇതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. It is a discipline which describes the language in all its aspects and formulates the theories as how it's work. ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ റെക്കഗ്നൈസ്ഡ് പാർട്ട് ഓഫ് ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ ദാറ്റ് ഈസ് എ സയൻസ് വിച്ച് സ്റ്റഡീസ് ദ ഒറിജിൻ, ഓർഗനൈസേഷൻ, നേച്ചർ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ലാംഗ്വേജ് ഡിസ്ക്രിപ്റ്റീവ്ലി, ഹിസ്റ്റോറിക്കലി, കമ്പാരിറ്റീവ്ലി ആൻഡ് എക്സ്പ്ലിക്റ്റീവ്ലി ആൻഡ് ഫോർമുലേറ്റ് ദ ജനറൽ റൂൾസ് ആൻഡ് റിലേറ്റഡ് ടു ദ ലാംഗ്വേജ്. അത് എന്ത് ചെയ്യുന്നു? ഒരു ജനറൽ റൂൾസ് ആയിട്ട് അത് റിലേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് ഇസ് യൂഷ്വലി റിഫേർഡ് ടു എ സയൻസ്. അപ്പൊ മോഡേൺ ലിംഗ്വിസ്റ്റിക്സിലെ റെഫർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സയൻസ് ആയിട്ടാണ്. ഈ സയൻസ് ഇസ് എ ക്യാരക്ടറൈസ്ഡ് ബൈ ഫോളോയിങ് മേജർ ആസ്പെക്ട് ഓഫ് പ്രൊസീജിയർ. അതായത് ഒരു സയൻസ് എന്ന് പറയുമ്പോൾ അതിന് 4 ആസ്പെക്ട് ആണ് സ്വാഭാവികമായിട്ടും വരാറുള്ളത്. അത് ഏതൊക്കെയാണ്? 1 ഒബ്സർവേഷൻ, 2 ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ്, 3-ാമത്തെ എക്സ്പെരിമെന്റേഷൻ, 4-ാമത്തെ ഫോർമേഷൻ ഓഫ് ലോ. ഇതിലെ ഈ 4 മേജർ ആസ്പെക്ടിന്റെ ഈ ഒരു ഹെഡിങ് പഠിച്ചു വെക്കുക. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. മറ്റേ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഈ ഒരു 4 എണ്ണം പഠിച്ചു വെക്കുക. ഇപ്പൊ മോഡേൺ ലിംഗ്വിസ്റ്റിക്സിനെ നമ്മൾ റെഫർ ചെയ്യുന്നത് എങ്ങനെ? സയൻസ് ആയിട്ടാണ് റെഫർ ചെയ്യുന്നത്. സയൻസ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഫോളോയിങ് 4 മേജർ ആസ്പെക്ട്. ആ 4 എണ്ണം നിങ്ങൾ പഠിക്കുക. പിന്നെ ഇതിലും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് വാട്ട് ആർ 3 പ്രിൻസിപ്പിൾ ഗൈഡിങ് ലിംഗ്വിസ്റ്റിക്. ഏതൊക്കെയാണ് 3 പ്രിൻസിപ്പിൾ? 1 കംപ്ലീറ്റ്നെസ്, 1 കൺസിസ്റ്റൻസി, 3 സിംപ്ലിസിറ്റി. ഇത് 3 3 പ്രിൻസിപ്പിൾ ഗൈഡിങ് ലിംഗ്വിസ്റ്റിക്സ്. ഇത് പേജ് നമ്പർ 26-ൽ ഉണ്ടായിരിക്കും. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊക്കെ 2 മാർക്കിന് ചോദിച്ചിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ലിംഗ്വിസ്റ്റിക്സ് ഇസ് ഗൈഡഡ് ബൈ 3 ക്രൈറ്റീരിയ വൈൽ ഡിസൈഡിങ് ഓൺ വാട്ട് ഷുഡ് ബി ദ ബെസ്റ്റ് ഫോർമേഷൻ ഓഫ് ജനറൽ പ്രിൻസിപ്പിൾ.
അത് ഏതൊക്കെയാണ്? കംപ്ലീറ്റ്നെസ്, കൺസിസ്റ്റൻസി, സിംപ്ലിസിറ്റി. ഈ മൂന്നെണ്ണം നിങ്ങൾ പഠിച്ചു വെക്കുക, ഇത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഈസ് ലിംഗ്വിസ്റ്റിക്സ് ഇസ് എ സയൻസ്. ഇത് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് ഇതിൽ പറയുന്നത് ലയണസ് എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ചാണ്. ലയണസ് എന്ന ആള് അദ്ദേഹം 2 ഫാക്ട് ഐഡന്റിഫൈ ചെയ്തു. അദ്ദേഹം 2 ഫാക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്തു. അത് ഏതൊക്കെയാണ് 2 ഫാക്ടേഴ്സ്? ഒന്ന് എംപിറിക്കലും അതുപോലെ ഒന്ന് ഒബ്ജക്റ്റീവും. ലയണസ് എന്ന് പറയുന്ന ഒരാള് 2 ഫാക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്തു. അതേതൊക്കെയാണ്? ഒന്ന് എംപിറിക്കലും ആൻഡ് ഒബ്ജക്റ്റീവ്. എംപിറിക്കൽ, ഒബ്ജക്റ്റീവ്, ഇത് രണ്ടും എന്താണ് 2 മാർക്കായിട്ട് ചോദിക്കും കേട്ടോ. വാട്ട് ഈസ് എംപിറിക്കൽ അല്ലെങ്കിൽ വാട്ട് ഈസ് ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ ഡിഫറൻസ് അതിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. എംപിറിക്കൽ എന്ന് പറഞ്ഞാൽ സംതിങ് വിച്ച് കംസ് ഫ്രം അവർ എക്സ്പീരിയൻസ്. അതായത് നമ്മളെ എക്സ്പീരിയൻസിൽ നിന്ന് വരുന്നതാണ് എംപിറിക്കൽ എന്ന് പറയുന്നത്. നമ്മുടെ അനുഭവസിദ്ധം എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഈ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എംപിറിക്കൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, എംപിറിക്കൽ എന്ന് പറഞ്ഞാൽ സംതിങ് വിച്ച് കം ഫ്രം അവർ എക്സ്പീരിയൻസ്, നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് വരുന്നതാണ് എംപിറിക്കൽ എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റീവ് പറഞ്ഞാൽ നിഷ്പക്ഷം. ഓക്കെ, എംപിറിക്കൽ എന്ന് പറഞ്ഞാൽ അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംതിങ് വിച്ച് കം ഫ്രം അവർ എക്സ്പീരിയൻസ്. അപ്പൊ ഈ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിലാണ് വരുന്നത്, അനുഭവസിദ്ധമായിട്ടാണ് ലിംഗ്വിസ്റ്റിക്സ് വരുന്നത്. അപ്പൊ അത് എംപിറിക്കലിലാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ അതെങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. നിങ്ങൾ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് എഴുതുക കേട്ടോ. നിങ്ങൾക്ക് ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പഠിച്ച് പൊക്കോ, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഓക്കെ, പിന്നെ ഞാൻ ഈ ഒരു മൊഡ്യൂൾ എന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, 2 മാർക്ക് ക്വസ്റ്റ്യൻ, എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അതിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു മൊഡ്യൂൾ 1ന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതേപോലെ എല്ലാ മൊഡ്യൂൾസിന്റെയും വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. Linguistic is defined as a scientific study of language. Linguistic പറഞ്ഞാൽ ഒരു scientific study of language ആണ്. Science can be defined as a systematic, explicit and objective. അപ്പോൾ സയൻസ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന സിസ്റ്റമാറ്റിക് ആണ്, എക്സ്പ്ലിറ്റ് ആണ്, പിന്നെ ഒബ്ജക്റ്റീവ് ആണ്. പിന്നെ ലിംഗ്വിസ്റ്റിക്സ് തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലിംഗ്വിസ്റ്റിക്സ് എപ്പോഴും ഒരു എംപിറിക്കൽ അപ്രോച്ച് ആണ് ഉണ്ടാവുക. നമ്മൾ എപ്പോഴും ഒരു എംപിറിക്കൽ അപ്രോച്ച് ആണ് ലിംഗ്വിസ്റ്റിക്സിനെ കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എംപിറിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? അത് എക്സ്പീരിയൻസ് ബേസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് നമ്മൾ ലിംഗ്വിസ്റ്റിക്സിന് കൂടുതലും കൊടുക്കുന്നുണ്ടാവുക, റാദർ ദാൻ സ്പെക്യുലാരിറ്റീവ് അല്ലെങ്കിൽ ഇൻട്രോഗേറ്റീവ് അപ്രോച്ച്. അപ്പൊ ഇതിനെക്കാട്ടി കൂടുതൽ അല്ലെങ്കിൽ നമ്മൾ എംപിറിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ്പീരിയൻസ്. ലിംഗ്വിസ്റ്റിക്സിനെ നമ്മൾ കൂടുതലും എക്സ്പീരിയൻസിന്റെ ബേസിലാണ് എടുക്കുക, അല്ലാതെ ജസ്റ്റ് ഒരു ഊഹം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നമ്മളൊരു നിഷ്പക്ഷമായി അതെങ്ങനെ ആയിരിക്കും അങ്ങനെ രീതിയിലല്ല എടുക്കുക. അത് എക്സ്പീരിയൻസിന്റെ ബേസിലാണ് നമ്മൾ ലിംഗ്വിസ്റ്റിക്സ് എപ്പോഴും എടുക്കുക. Linguistics always take place empirical approach. It operate with a publicly verified data. അത് പബ്ലിക്കലി വെരിഫൈ ചെയ്ത ഡാറ്റയാണ് കൂടുതൽ അപ്രോച്ച് ചെയ്യുക. ഇറ്റ് ഓപ്പറേറ്റ്സ് വിത്ത് പബ്ലിക്കലി വെരിഫൈഡ് ഡാറ്റ ഒബ്റ്റൈൻഡ് ബൈ ദ മീൻസ് ഓഫ് ഒബ്സർവേഷൻ ഓർ എക്സ്പെരിമെന്റ്. അത് വെറുതെ ജസ്റ്റ് ഒരു കോമൺ ആയിട്ട് എടുക്കല്ല, പബ്ലിക്കലി വെരിഫൈ ചെയ്ത ഒരു ഡാറ്റ അതിന്റെ ഒബ്റ്റൈൻ ചെയ്ത് എങ്ങനെ എൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ ഒക്കെ വെച്ചിട്ടാണ് നമ്മളൊരു ഡാറ്റ കളക്ട് ചെയ്യണം. ലിംഗ്വിസ്റ്റിക്സ് ദേ ഓൾവേസ് ഡിമാൻഡ് ആൻ ഒബ്ജക്റ്റീവ് അസസ്മെന്റ്. അവരെപ്പോഴും ഒരു ഒബ്ജക്റ്റീവ് അസസ്മെന്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണേ. അവർ എല്ലാ തരത്തിലുള്ള സബ്ജക്റ്റീവ് ആയിട്ടുള്ളതും അതുപോലെ കൾച്ചറൽ, വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടും സബ്ജക്റ്റീവ്, കൾച്ചറൽ, അതുപോലെ നാഷണലിസ്റ്റിക് അല്ലെങ്കിൽ മുൻവിധി അങ്ങനെയുള്ള പ്രജുഡൈസ് ഒക്കെ എല്ലാ സാധനങ്ങളും റിജക്ട് ചെയ്തുകൊണ്ട് അവർ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഇതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണേ. എന്നിട്ടാണ് ഇവിടെ പറയുന്നത് നമ്മുടെ ലയണസിന്റെ 2 ഫാക്ടേഴ്സിനെ കുറിച്ച് പറയേണ്ടത്. ഒന്ന് എംപിറിക്കലും ഒന്ന് ഒബ്ജക്റ്റീവ്. എംപിറിക്കൽ എന്ന് പറയുന്നതാണ് എക്സ്പീരിയൻസ് അല്ലെ. എംപിറിക്കലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എക്സ്പീരിയൻസിനാണ്. 2 മാർക്കായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിൽ പറയുന്നത് നമ്മൾ ലിംഗ്വിസ്റ്റിക്സിന്റെ ഡെവലപ്മെന്റ് ഇൻ ഫിലോസഫി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ 2 ടേം പറയുന്നുണ്ട്. ഡെവലപ്മെന്റ് ഇൻ ഫിലോസഫിയിൽ എടുത്ത് നോക്കുമ്പോൾ 2 ടേംസ് പറയുന്നുണ്ട്. ഒന്നാമത്തെ എംഫറിസം, രണ്ടാമത്തെ പോസിറ്റിവിസം. ഒന്നാമത്തെ എംഫറിസം, രണ്ടാമത്തെ പോസിറ്റിവിസം. എംഫറിസം എന്ന് പറഞ്ഞാൽ ഓൾ നോളേജ് കംസ് ഫ്രം ദ എക്സ്പീരിയൻസ്. അത് എക്സ്പീരിയൻസിൽ നിന്നാണ് നോളേജ് വരുന്നത് അല്ലെ. കൂടുതൽ എക്സ്പീരിയൻസ് നല്ല നോളേജ് വരുന്നതാണ് എംഫറിസം എന്ന് പറയുന്നത്. എംഫറിസം എന്ന് പറഞ്ഞാൽ all the knowledge come from the experience. Next one, positivism. പോസിറ്റിവിസം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം എടുക്കുമ്പോൾ എടുക്കുന്ന ടൈമിൽ ആ ഒരു ഡാറ്റ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ ഓഫ് എക്സ്പീരിയൻസും അതുപോലെ ട്രാൻസ്ജെൻഡൽ സ്പെക്യുലേഷൻ എന്ന് പറഞ്ഞാൽ അവ്യക്തത. പോസിറ്റീവ് ഡാറ്റകൾ തമ്മിലും അതേപോലെ ഈ ഒരു ഊഹങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ, അതാണ് പോസിറ്റിവിസം എന്ന് പറയുന്നത്. പോസിറ്റിവിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം എടുക്കുമ്പോൾ ആ എടുക്കുന്ന ടൈമിൽ ആ ഒരു ഡാറ്റയുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും അതുപോലെ അതിൻ്റെ ഒരു
ഡിസ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഡിഫറൻസ്, അതിനാണ് പോസിറ്റിവിസം എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? പിന്നെ ഇതിൽ പറയുന്നത് ബ്ലൂംഫീൽഡിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. ബ്ലൂംഫീൽഡ് വാസ് സ്ട്രോങ്ലി കമ്മിറ്റഡ് ടു എംഫറിസം ആൻഡ് പോസിറ്റിവിസം. ഹി വാസ് എ പേഴ്സൺ ഹു സെറ്റ് ഫോർ ലിംഗ്വിസ്റ്റിക്സ്, എസ്പെഷ്യലി ഇൻ അമേരിക്ക ദ ഐഡിയൽ ഓഫ് ബീങ് ട്രൂലി സയന്റിഫിക്. സോ ഒരു കാര്യം സയന്റിഫിക് ആവണം എങ്കിൽ അത് 3 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. സോ ലിംഗ്വിസ്റ്റിക്സ് സയന്റിഫിക് ആണ് പ്രൂവ് ചെയ്യണമെങ്കിൽ അത് ഈ 3 കാര്യങ്ങൾ പ്രൂവ് ചെയ്യണം. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെയാണ് എക്സ്പ്ലിറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അത് എക്സാക്ട് ആയിരിക്കണം, അല്ലെങ്കിൽ അത് ക്ലിയർ ആയിരിക്കണം. രണ്ടാമത്തെ പറഞ്ഞാൽ സിസ്റ്റമാറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അത് മെത്തഡോളജിക്കൽ ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, കൺസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ അതൊരു കൺസിസ്റ്റന്റ് ആയിരിക്കണം. മൂന്നാമത്തെ ഒബ്ജക്ടിവിറ്റി പറഞ്ഞാൽ ഇറ്റ് ഷുഡ് നോട്ട് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ പേഴ്സണൽ ഓർ എനി പേഴ്സണൽ ബയാസ് അല്ലെങ്കിൽ പ്രെജുഡൈസ്. അതെല്ലാം ഒരു പേഴ്സണൽ ആയിരിക്കാൻ പാടില്ല. ഓക്കെ, ലിംഗ്വിസ്റ്റിക്സ് സയൻസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇത് 3 കോൺസെപ്റ്റും നമ്മുടെ ഈ ഒരു ടോപ്പിക് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അപ്പൊ ഇത്രയാണ് സയൻസ് ആണ്, ലിംഗ്വിസ്റ്റിക്സ് സയൻസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ വരുന്നത്. നെക്സ്റ്റ് സ്കോപ്പ് ആൻഡ് നേച്ചർ ആണ്, പേജ് നമ്പർ 29. അപ്പോൾ ഒരു സ്കോപ്പ് ആൻഡ് നേച്ചർ ഓഫ് ലിംഗ്വിസ്റ്റിക്സ് പറയുമ്പോൾ ലിംഗ്വിസ്റ്റിക്സ് ഇസ് എ വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലിംഗ്വിസ്റ്റിക്സിലെ വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ബൗണ്ടറി അത്ര ക്ലിയർ ഒന്നുമല്ല, നോട്ട് ഡിഫൈൻ. നമുക്ക് പെട്ടെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റൂല. Linguistics cover a wide range of topics and its boundaries are not exactly definable. നമുക്ക് ആ ഒരു കുറേ ഉള്ള കാരണം തന്നെ നമുക്ക് അതിന്റെ ബൗണ്ടറീസ് അങ്ങനെ പെട്ടെന്ന് ഡിഫൈൻ ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, ഇതൊരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡയഗ്രാമിൽ നിങ്ങൾ നോക്കൂ, നടുവിലെ ഫോണറ്റിക്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിന്റെ തൊട്ട സർക്കിളിൽ ഫോണോളജി കൊടുത്തിട്ടുണ്ട്. ഇത് പഠിക്കാൻ നിങ്ങൾ ഈ ഒരു ഡയഗ്രാം ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ സ്കോപ്പ് ആൻഡ് നേച്ചറിൽ വേറെ എന്താണ്, ലിംഗ്വിസ്റ്റിക്സ് പറഞ്ഞാൽ വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക് ആണ്. അതിന് പ്രത്യേകിച്ച് ബൗണ്ടറീസ് ഒന്നും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, എക്സാക്ട്ലി നോട്ട് ഡിഫൈനബിൾ. പിന്നെ ഒരു ഇതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമെന്ന് അറിയോ, അതായത് വാട്ട് ഈസ് ഫോണറ്റിക്സ്. അപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്തുനിന്ന് കൂടുതലും ചോദിക്കുക. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്തുനിന്ന് കൂടുതലും ചോദിക്കുക. അതായത് വാട്ട് ഈസ് ഫോണറ്റിക്സ്. ഫോണറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോണറ്റിക്സ് സ്റ്റഡി ഓഫ് ഹ്യൂമൻ സ്പീച്ച് ഇൻ ദ സെന്റർ. അങ്ങനെ എടുത്ത് പഠിച്ചാൽ മതി ഓരോന്നായിട്ട്. പിന്നെ ഫോണോളജി എന്താന്ന് പഠിക്കുക, ഒക്കെ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. ഫോണോളജി പറഞ്ഞ എന്താണ്, ഞാനൊന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരട്ടെ. ഫോണോളജി സ്റ്റഡീസ് ദ കോമ്പിനേഷൻ ഓഫ് സൗണ്ട് ഇൻ ടു ഓർഗനൈസ്ഡ് യൂണിറ്റ് ഓഫ് സ്പീച്ച്. Phonology studies the combination of sound into organized unit of speech. The formation of syllables and the larger unit, it describes the sound system of particular language and the combination distribution of sound which occurs in that language. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് മോർഫോളജി ചോദിക്കും. മോർഫോളജി എന്താണ്, ഇറ്റ് സ്റ്റഡീസ് ദ പാറ്റേൺ ഓഫ് ഫോർമേഷൻ ഓഫ് വേർഡ്സ് ബൈ കോമ്പിനേഷൻ ഓഫ് സൗണ്ട് ഇൻ ടു മിനിമൽ ഡിസ്റ്റിങ്ക്റ്റീവ് യൂണിറ്റ് ഓഫ് ദ മീനിങ് called morphology. Morphology studies the pattern of formation of words by combination of sound into minimal distinctive unit is called morpheme. ഇത് 2 മാർക്കായിട്ട് ചോദിക്കും കേട്ടോ. പിന്നെ സിന്റാക്സ് എന്താന്ന് ചോദിക്കും, പിന്നെ വാട്ട് ഈസ് സെമാന്റിക്സ് എന്താ ചോദിക്കും. ഇതൊക്കെ 2 മാർക്കിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ക്വസ്റ്റ്യനും ആൻസേഴ്സും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ ഈ ഒരു ഫോണറ്റിക്സ് എന്താണ്, സിന്റാക്സ് എന്താണ്, സെമാന്റിക്സ് എന്താണ്, അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. ബാക്കി പോർഷൻസ് ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പ്ലേലിസ്റ്റിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അവൈലബിൾ ആയിരിക്കും കേട്ടോ. Okay, thanks for watching.